നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് പൈവളികയിൽ 3 ആഴ്ച മുമ്പ് കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പൈവളികയിൽ മണ്ടേപ്കാപ്പിൽ ഗ്രൗണ്ടിന് സമീപമാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സമീപത്ത് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ സമീപത്ത് തന്നെ കത്തിയും കണ്ടെടുത്തു. ഇവർ ഇരുവരും തൂങ്ങി മരിക്കാൻ ശ്രമിച്ച കയർ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച കത്തിയാകാം ഇതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മണ്ടേക്കാപ്പിൽ പ്രിയേഷ് പ്രഭാവതി ദമ്പതികളുടെ മകൾ ശ്രുതി എന്ന 15-കാരിയെയാണ് 3 ആഴ്ചയ്ക്ക് മുൻപേ കാണാതായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു പെൺകുട്ടി. ഫെബ്രുവരി 12 മുതലായിരുന്നു പെൺകുട്ടി കാണാതായത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ തങ്ങൾ രാവിലെ ഉറക്കമുണർന്നപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പിതാവ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. കുമ്പള പോലീസായിരുന്നു പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. പെൺകുട്ടിയെ കാണാതെ ദിവസം മുതൽ ഒരു പ്രദേശവാസിയും കാണാതായതായി മാതാപിതാക്കൾ കുമ്പള പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ യുവാവിനൊപ്പമാണ് പെൺകുട്ടിയെ ഇന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രദേശവാസിയായ 42-കാരനാണ് ഫെബ്രുവരി 12 മുതൽ സ്ഥലത്തു നിന്നും അപ്രത്യക്ഷനായത്. ഇയാളുടെ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചു അന്വേഷിച്ചുവെങ്കിലും വിവരമൊന്നും ആദ്യം പോലീസിന് ലഭിച്ചിരുന്നില്ല. മകളെ അതിർത്തി കടത്തി കൊണ്ടുപോയെന്നും കുടുംബം യാത്ര ചെയ്യാറുള്ള വാഹനോടമ പ്രദീപിനെ സംശയമുണ്ടെന്നുമൊക്കെ പിതാവ് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് കാസർഗോഡ് നിന്ന് കാണാതായ 15-കാരിക്കായി വ്യാപക തെരച്ചിൽ പോലീസ് നടത്തിയത്. പെൺകുട്ടിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ പൈവകളിക്ക് സമീപമുള്ള പ്രദേശത്തെ വനത്തിനുള്ളിൽ നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ സ്ഥലത്ത് ടവർ ലൊക്കേഷൻ കണ്ടെത്തുകയും പോലീസ് തിരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇതോടെയായിരുന്നു ഇന്ന് വ്യാപക തെരച്ചിലിന് പോലീസ് തയ്യാറായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12-നായിരുന്നു പൈവളിക സ്വദേശിനിയായ 15-കാരിയെയും ഈ യുവാവിനെയും കാണാതായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. തങ്ങൾ ഉറക്കമുണർന്നപ്പോൾ മകൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പിതാവ് പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫെബ്രുവരി 12-ന് പുലർച്ചെ 3:30-യോടെ പെൺകുട്ടിയെ കാണാതായെന്ന് വ്യക്തമാവുകയും ചെയ്തു. മൊബൈൽ ഫോൺ മാത്രമായിരുന്നു പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതേ ദിവസം തന്നെ പ്രദേശവാസിയായ 42-കാരനെ കാണാതാവുകയായിരുന്നു. ഇയാൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പെൺകുട്ടിയെ ഇയാൾ തട്ടിക്കൊണ്ടുപോയതാണ് എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നത്. കുട്ടിയെ ഉടൻ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ്. എന്നാൽ ഇതിനിടെയെല്ലാം ഈ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിയാണ് ഇപ്പോൾ ഇരുവരെയും അക്കേഷ്യ കാടുകൾക്ക് നടുവിലായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കാസർഗോഡിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. 42-കാരനെ പ്രദീപ് ശ്രേയയെ കടത്തിക്കൊണ്ടുപോയെന്നായിരുന്നു പോലീസിന്റെ സംശയം. ഇരുവരുടെയും മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷനും വീടിന് സമീപത്തെ കാട്ടിലായിരുന്നു. പ്രദേശത്ത് ഡോഗ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയിരുന്നു. ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയിട്ടും 100-ലേറെ പേരെ ചോദ്യം ചെയ്തിട്ടും ഒന്നും പോലീസിന് സൂചനകൾ ലഭിച്ചിരുന്നില്ല. അന്വേഷണം എങ്ങും എത്താത്തതിൽ നാട്ടുകാർക്കും പ്രതിഷേധമുണ്ടായിരുന്നു. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും MLA വ്യക്തമാക്കിയിരുന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും അന്വേഷണ സംഘത്തെ മാറ്റണമെന്നും കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തെരച്ചിൽ പുനരാരംഭിച്ചതും ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമാനമായ മറ്റൊരു സംഭവത്തിൽ മുംബൈയിൽ നിന്നും കണ്ടെത്തിയ മലയാളി വിദ്യാർത്ഥികളെ തൽക്കാലം കുടുംബത്തിനൊപ്പം അയക്കില്ല. പെൺകുട്ടികളെ മലപ്പുറം കുടുംബശ്രീ സ്നേഹിത ജനറൽ ഡെസ്ക് ഹോമിലേക്ക് താൽക്കാലികമായി പുനരധിവസിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 9-ന് തവനൂർ ചേർന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രത്യേക സിറ്റിംഗിലാണ് തീരുമാനമായത്. കേസിന്റെ ഗൌരവം പരിഗണിച്ച് കുട്ടികളെ ഹാജരാക്കുന്നതിനായി അവധി ദിവസമായ 2ാം ശനിയാഴ്ച പ്രത്യേക സിറ്റിംഗ് തീരുമാനിക്കുകയായിരുന്നു. ചെയർമാൻ അഡ്വക്കേറ്റ് A സുരേഷ്, മെമ്പർമാരായ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട്, അഡ്വക്കേറ്റ് P ജാബിർ എന്നിവരുടെ മുന്നിലാണ് കുട്ടികൾ ഹാജരായത്. കുട്ടികളും രക്ഷകർത്താക്കളുമായി അരമണിക്കൂറോളം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സംസാരിച്ച ശേഷമാണ് കുട്ടികളെ സ്നേഹിത ജെൻഡർ ഡെസ്ക് ഹോമിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൌൺസിലിംഗ് നൽകുന്നതിനായി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. തിങ്കളാഴ്ച നടക്കുന്ന +2 പരീക്ഷ എഴുതാൻ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള നിർദ്ദേശവും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. കൌൺസിലിംഗ് റിപ്പോർട്ടിംഗിന് ശേഷം മാതാപിതാക്കളുടെ അപേക്ഷ കൂടി പരിഗണിച്ച് കുട്ടികളെ അവരോടൊപ്പം വിടുന്ന കാര്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തീരുമാനിക്കും. സംഭവത്തിൽ താനൂർ പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത എടവണ്ണ സ്വദേശി ആലുങ്ങൽ അക്ബർ റഹീമിന്റെ അറസ്റ്റ് താനൂർ പോലീസ് രേഖപ്പെടുത്തി. പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ ആക്ട് പ്രകാരമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.